ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ വളരെ ഫോഗിയാണ്. അതുപോലെ തന്നെ മഴയോടെ കൂടി തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പുറത്തിറങ്ങാൻ. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, ജസ്റ്റ് വാക്കിംഗ് ത്രൂ ദ റെയിൻ. ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ജനജീവിതവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല, പ്രത്യേകിച്ചൊന്നും വാങ്ങാനുമില്ല, ഒന്നുമില്ല, ജസ്റ്റ് വാക്കിംഗ്. അപ്പോൾ നമുക്ക് ഈ നടക്കുന്നതിലൂടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു രീതിയും, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നടക്കുമ്പോൾ നമ്മളൊരു സ്ട്രേഞ്ചറാണ്. നമുക്കങ്ങനെ ആരെയും പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു തുടങ്ങുന്നു. ജനജീവിതം സെയിം തന്നെ എല്ലായിടവും. ഇത് ശരിക്കും കർഷകർ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നു. ഇത് ഈവനിങ് ഒരു ചെറിയ മാർക്കറ്റ് പോലാണ്. ഇവിടെ വൈകിട്ട് മഴയായാലും വെയിലായാലും ഇവർ സ്ഥിരം ഉള്ള ആൾക്കാരാണ്. എല്ലാവരും അവരവരുടെ സാധനങ്ങൾ വിൽക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ മഴ ആയതുകൊണ്ട് ഇവിടെ എല്ലാം കുറച്ചുകൂടെ എല്ലാവരും തിരക്കാണ്. വീട്ടിൽ വേഗം എത്താനുള്ള തിരക്കാണ് എല്ലാവർക്കും. ഞാനാണെങ്കിൽ വീട്ടിൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നടക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാം, മഴ കാണാം, മഴയുടെ ശബ്ദം കേൾക്കാം, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഒന്നും ആരുമില്ല, എല്ലായിടവും എംപ്റ്റിയാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ട് വീട്ടിലാണ്. ഒന്നോ രണ്ടോ പേര് കുട കൊണ്ട് ഇങ്ങനെ പോകുന്നു. എല്ലാവരും വളരെ ധൃതിയിൽ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ മഴയില്ലാത്ത ദിവസങ്ങൾ ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഈ കുട്ടികളുമായിട്ട് ഇവിടെ കളിക്കുകയും, ഇവിടെ ഭയങ്കര ബഹളമുള്ള ദിവസങ്ങളാണ് അല്ലാത്ത ദിവസങ്ങൾ. ഇന്നാണെങ്കിൽ ഇവിടെ മഴയും അതുപോലെ കുറച്ച് കിളികളുടെ സൗണ്ടും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും ഇവിടെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. സീറ്റുകളൊക്കെ എംപ്റ്റിയാണ്, ആരുമില്ല ഇവിടെ എങ്ങും. മഴ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മഴ. എല്ലാവർക്കും ഇഷ്ടമാണ് മഴയത്തൂടെ നടക്കാനും മഴയുടെ സൗണ്ട് കേൾക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കുറേ നേരം ഇവിടെ വെറുതെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വൈകിട്ടായി തുടങ്ങി. ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് നടക്കുവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നടക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് അവിടെ എല്ലാം ഇപ്പം നല്ല ആൾക്കാരായി തിരക്കായി തുടങ്ങും. കാരണം ഈവനിങ് ആണ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന ഒരു സമയം. ഈ വൈകിട്ട് ഇവിടെ ആരുമില്ല. ഇനിയിപ്പം പുറത്തങ്ങനെ അധികം ആരും കാണത്തില്ല, എല്ലാവരും കടയുടെ ഉള്ളിലായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പുറത്തെല്ലാം ഫുള്ള് തിരക്കാണ്, ഈ ഫുഡ് കഴിക്കുന്ന തിരക്കാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന കടകളും അവിടാണ്. അങ്ങനെ ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലായിടവും വിജനമായി കിടക്കുവാണ്. ആരെങ്കിലുമൊക്കെ റെയറായിട്ട് കുടയും കൊണ്ട് വരുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെയൊക്കെ എല്ലായിടവും മഴയുടെ സൗണ്ടും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സിറ്റിയുടെ, അതായത് കുറച്ചുകൂടെ സ്ട്രീറ്റിലോട്ട് പോവാം. അപ്പം ഇവിടെ എല്ലാം ഫുഡ് എല്ലാം തയ്യാറായി, എല്ലാവരും ഫുഡൊക്കെ തയ്യാറായിരിക്കുവാണ്. ഇനിയിപ്പം ആൾക്കാർ വരേണ്ട താമസമേ ഉള്ളൂ. ഫുഡൊക്കെ, അതായത് ഇവിടെ കൂടുതലും ആരും വീട്ടിലങ്ങനെ കുക്ക് ചെയ്യാറില്ല. എല്ലാവരും വീട്ടിൽ ഈ റെസ്റ്റോറൻറ്റ്സിൽ വന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ സാധാ കടകളാണ്. മോമോസും ഒക്കെയാണ്, നൂഡിൽസും മോമോസും ഒക്കെയാണ്. എല്ലാം തയ്യാറായിരിക്കുമോ. ഇനിയിപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നു തുടങ്ങും. ഇവരുടെ ഡിന്നർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6:30 to 8 വരെയാണ്. പിന്നെ വെളിയിലെല്ലാം മഴ ആയതുകൊണ്ട് എല്ലാം എംപ്റ്റി ചെയർസാണ്. സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ വന്ന ആളുകൾ നിറയും, എല്ലാം എംപ്റ്റിയാണ്. പിന്നെ കടയുടെ ഫ്രണ്ടിലെല്ലാം റോസപ്പൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോസ് സീസൺ ആണെന്ന് തോന്നുന്നു. എല്ലാവരും പൂക്കളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ ആ കടയിൽ കയറി ഒരു കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ്. എല്ലായിടവും ആൾക്കാർ, മഴ ആയതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഈ മഴയത്ത് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം see you next വ്ളോഗ്.
അപ്പം ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.